സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടത്തിയാൽ ഏത് പാർട്ടിയും നോക്കാതെ പിടിച്ച് ജയിലിൽ വെക്കുന്ന ഒരു നയം കേരളത്തിലെ പിണറായി സർക്കാരിനുണ്ട്. അങ്ങനെ ജയിലിൽ പോയ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കരുവന്നൂരിൽ. ഇവിടെ സമീകരണ വിദ്യക്കാരുണ്ട്. പിന്നെന്താണ്, സത്യം തേടുന്ന കുറേ സത്യാന്വേഷികളുണ്ട്. നുണ നിർമ്മിച്ചിട്ട് വലിയ തത്വം പറയുന്ന വീരന്മാരുണ്ട്. പിന്നെ സെൻട്രൽ ലെഫ്റ്റ് അത് ഞാൻ കേട്ടു. 1957 കേരളത്തിലെ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ പിരിച്ചുവിട്ട ഒരു സെൻട്രൽ ലെഫ്റ്റാണോ? ഇന്നലെ കർണാടകത്തിൽ നിന്ന് റവന്യൂ മന്ത്രി വന്ന് ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ച് കേട്ടോ കേരളത്തെക്കുറിച്ച്? അദ്ദേഹം പറഞ്ഞത് ലോകത്തിൻ്റെ മാതൃകയായി ഇന്ത്യയിലെ നമ്പർ 1 കേരളത്തെ മാറ്റിയത് ഈ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസമുള്ള മനുഷ്യനെ സൃഷ്ടിച്ച 57 EMS സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നിയമത്തെയും ഭൂനിയമത്തെയും അട്ടിമറിക്കാൻ ആ സർക്കാരിനെ പിരിച്ചുവിട്ട കോൺഗ്രസ് ആണോ സെൻട്രൽ ലെഫ്റ്റ്? ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ കടന്നാക്രമിക്കാൻ ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ മാത്രം എന്താ പ്രത്യേകത? പുൽപ്പള്ളിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കരുവന്നൂരിനുള്ളത്? കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ട് മുടിച്ചിട്ടുള്ള ഇന്ത്യ ഈ കേരളത്തിലെ ബാങ്കുകൾ കുറേ എണ്ണം ഉണ്ടല്ലോ. അവിടെ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് കരുവന്നൂരുള്ളത്? കരുവന്നൂർ മാത്രം എന്തോ പ്രത്യേക ഒരു സാധനം. നമ്മുടെ സെൻട്രൽ ലെഫ്റ്റ് വീരം പറയുന്നത് കേട്ടല്ലോ. എന്താണ്? കരുവന്നൂരിന് മാത്രം എന്തോ പ്രത്യേക ഉദാത്ത മാതൃക. പുൽപ്പള്ളിയിൽ നിങ്ങളുടെ ഏബ്രഹാം എന്ന് പറഞ്ഞ KPCC സെക്രട്ടറി ചെയ്ത് എന്നാ മാതൃകയാണ്? NM വിജയൻ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ചാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഇത് പുറത്തു വിടരുത്. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ഈ കടലാസ് കിട്ടിയാൽ ചിലപ്പോൾ അവർ നന്ദി പറയും. അത് ഈ വിഷയം പരിഹരിച്ചോ? കോൺഗ്രസും BJPയും ഇവിടെ ഒരുപോലെയാണ്. ഇവിടെ അനിൽകുമാറിൻ്റെ ആത്മഹത്യ പോലെയാണ് വിജയൻ്റെ ആത്മഹത്യ. വിജയൻ്റെ മരുമകൾ ആത്മഹത്യ ചെയ്യാൻ പോയി. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആനാട് ശശി ആത്മഹത്യ ചെയ്തില്ലേ? നിങ്ങൾ സെൻട്രൽ ലെഫ്റ്റുകാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സെൻട്രൽ ലെഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ BJPയുടെ കൂടെ നിൽക്കുകയാണ്. BJPയുടെ കൂടെ നിന്നാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. BJPയുടെ B പാർട്ടിയാണ് കേരളത്തിലെ KPCC. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും അവിടുത്തെ കോൺഗ്രസ് ഒരു കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ദേശീയമായി തന്നെ അതിന് പിന്തുണ കൊടുക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യും. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ പരിപാടി എന്താ? എന്ത് സെൻട്രൽ ലെഫ്റ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യാജങ്ങൾ നിർമ്മിച്ചിട്ട്, വ്യാജങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വേട്ടയാടിയിട്ട് സെൻട്രൽ ലെഫ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനികളായ മനുഷ്യർക്കെതിരായിട്ട് നുണ എഴുതിയിട്ട് വ്യാജ വീഡിയോ ഉണ്ടാക്കിയിട്ട് വ്യാജ കഥകളുണ്ടാക്കി സ്ത്രീ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് സെൻട്രൽ ലെഫ്റ്റാണ്. നിങ്ങളുടെ നേതാക്കന്മാർ ഉമാ തോമസിനെയും AICC അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ അപമാനിക്കുന്ന ഒരു സാധനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ആ വാനര സംഘം ഉണ്ടല്ലോ, കടലിളകി വരുന്ന പോലൊരു വാനര സംഘം. VD സതീശൻ പറഞ്ഞത് സെൻട്രൽ ലെഫ്റ്റാണ് നിങ്ങൾ. അതുകൊണ്ട് സെൻട്രൽ ലെഫ്റ്റൊക്കെ ഇവിടെ കിടക്കട്ടെ. ഇവിടെ എന്താണ് BJPയെ ഞങ്ങൾ പിൻ ചെയ്തത്? രാജീവ് ചന്ദ്രശേഖരത്തെ കുറിച്ചൊരു വാക്ക് ഈ സെൻട്രൽ ലെഫ്റ്റ് നേതാവ് പറഞ്ഞോ? രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്രൂര മുഖത്തെക്കുറിച്ച് ഈ സെൻട്രൽ ലെഫ്റ്റ് നേതാവ് പറഞ്ഞോ? സേവാഭാരതിയെക്കുറിച്ച് പറഞ്ഞോ? എന്താ ഇദ്ദേഹം പറഞ്ഞത്? ഇനി അധികം വർത്താനമൊന്നും പറയണ്ട. പോലീസ് കണ്ടുപിടിക്കട്ടെ. എന്ത് കണ്ടുപിടിക്കാൻ? പോലീസ് എന്നാ കണ്ടുപിടിക്കാനാ? അവിടെ ഒരു 66 എൻക്വയറി റിപ്പോർട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ റിപ്പോർട്ടിൽ C ക്ലാസ് മെമ്പർഷിപ്പ് 2 കോടി രൂപ കൊണ്ടുപോയി. C ക്ലാസ് മെമ്പർഷിപ്പ് A ക്ലാസും B ക്ലാസും ഇല്ല. ഇന്ന് അവിടെ ചെല്ലുക, അപേക്ഷ കൊടുക്കുക, ഇന്ന് തന്നെ ലോൺ കൊണ്ടുപോവുക. എവിടുന്നാ? ആർക്കാ കൊടുത്തത്? മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കാ? BJP ഭരിക്കുന്ന ഒരു ബാങ്കിനകത്ത് ഇന്ന് എന്നാൽ ഉടനെ ലോണും കൊണ്ട് വീട്ടിൽ പോകാൻ തക്കവണ്ണം വീടില്ലാതെ കൊണ്ടുപോയ C ക്ലാസ് എത്രയാണെന്നറിയോ? 2,54,00,000 രൂപ. 2,54,00,000 രൂപ BJPയുടെ ആഫീസിൽ നിന്ന് കുറിപ്പ് കൊടുക്കുന്നവർക്കെല്ലാം ലോൺ കൊടുത്തു. അതാ നമ്മുടെ ആള്. അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പിടിക്കാൻ നോക്കുക. എന്താണ് BJP നേതാക്കന്മാരെന്താ പറയണത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തോ ഉന്നയിക്കാനുണ്ട്. നിങ്ങളെന്തിനാ കോർപ്പറേഷൻ്റെ മീറ്റിംഗ് കൂടാൻ നിൽക്കുന്നത്? ഈ മരിച്ചുപോയ പ്രിയപ്പെട്ട ഈ അനിൽ എന്ന് പറഞ്ഞ BJP നേതാവിൻ്റെ പുറകെ നടക്കണം എന്തിനാ? ഈ സുരേഷിന് പത്രസമ്മേളനം നടത്തി അങ്ങോട്ട് പറയാൻ മേലേ? ധൈര്യമായിട്ടങ്ങ് പറ, ഞങ്ങൾക്കൊരു ഔദാര്യം വേണ്ട. എന്നാൽ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നിങ്ങളിപ്പോൾ പ്രതിസന്ധി നിൽക്കുകയല്ലേ, നാളെ രാവിലെ ആ തേങ്ങ അങ്ങ് പൊട്ടിക്കുക. സതീശൻ ബോംബുമായിട്ട് നടക്കുകയാണല്ലോ. സതീശൻ പറഞ്ഞല്ലോ മാർക്സിസ്റ്റ് പാർട്ടിക്കിട്ടൊരു ബോംബുണ്ട് കേട്ടോ. ആ ബോംബാരാ ഇപ്പോൾ പൊട്ടിച്ചത്? ഇനി പൊട്ടിയോ ഇല്ലയോ? അതോ മടിയിരുന്ന് പൊട്ടിയവനിപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ? പൊട്ടിച്ചവനിപ്പോൾ മാപ്പും പറഞ്ഞ് നടക്കുകയാണോ? ഒരൗദാര്യവും BJPയുടെ വേണ്ടെന്ന്. BJPയുടെ ഔദാര്യം വേണ്ട. നാളെ പൊട്ടിക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നല്ല, കേരളത്തിലെ സർക്കാരിനെതിരെ BJPക്ക് എന്നല്ല കോൺഗ്രസ്സുകാരനും ഒരു ചുക്കും ചെയ്യാനില്ല. ഞങ്ങൾ അത്രയും വിശുദ്ധരാണ്.
ഞങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ ഉണ്ടായ ചില അനുഭവങ്ങളുണ്ട്. കരുവന്നൂരിൽ 16 സഹകരണ ബാങ്ക് ജോലിക്കാർ പ്രതികൾ അറിയോ? കരുവന്നൂരിൽ 16 സഹകരണ ഡിപ്പാർട്ട്മെന്റ് ജോലിക്കാർ പ്രതികളാണ് കേട്ടോ. ED അല്ല പ്രതിയാക്കിയത്, കേരളത്തിലെ ക്രൈംബ്രാഞ്ചാ. 16 എണ്ണം കേരള ചരിത്രത്തിൽ സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കിയത് എന്തിനാ? ഓഡിറ്റ് നടത്തിയപ്പോൾ വ്യാജ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അതാണ് ക്രമക്കേട്. അതുകൊണ്ട് പാർട്ടിയുടെ ചില പ്രവർത്തകർ മാത്രമല്ല, സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാണ് ക്രമക്കേട് നടത്തിയത്. അതാണ് കരുവന്നൂരിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തത്. പൈസ കൊടുത്തോ? സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? ED പിടിച്ചങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കയ്യിൽ. എന്നിട്ട് എവിടെ കാശ്? ഏത് ED? എന്നാ പിന്നെ ED ഇങ്ങോട്ട് വരാൻ മേലേ? ഈ തിരുവനന്തപുരത്ത് ED എന്നാ വരാത്തത്? 6 കോടി വിഴുങ്ങിയില്ലേ? എന്താ ED വരാത്തത്? അവിടുത്തെ BSNL സൊസൈറ്റി BJP നടത്തിയല്ലേ? എന്താ ED വരാത്തത്? BJPക്കാർ നടപ്പാക്കിയ 33 ബാങ്ക് തകർത്ത 33 ബാങ്കിന്റെ ലിസ്റ്റ് ഞാൻ തരാം. ED വരുമോ? ED വരാൻ കോൺഗ്രസ് പറയുമോ? സെൻട്രൽ ലെഫ്റ്റ് കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ആ കരുവന്നൂരിൽ അനിൽ അക്കരെ പാട്ടത്തിന് കൊടുത്തിരിക്കല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നുണ പറയാൻ, ഞങ്ങളുടെ AC മൊയ്തീനെ ആക്രമിക്കാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ ആക്രമിക്കാൻ? എന്നിട്ട് എന്തായി? എന്തെങ്കിലും തെളിവുണ്ടാ? ED അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തെളിവുണ്ടാ? നിങ്ങൾ കോൺഗ്രസും BJPയും കൂട്ടുകച്ചവടം നടത്തി കരുവന്നൂരിൻ്റെ പേരിൽ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും സഹികെടുന്ന വിധം അപമാനിച്ചിട്ട് നിങ്ങളിപ്പോൾ BJP അല്ലാത്ത സെൻട്രൽ ലെഫ്റ്റോ, നിങ്ങൾ EDയുടെ ഘടകകക്ഷിയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, മ്ലേച്ഛത്തരത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് കോൺഗ്രസ്. അതിനർത്ഥം BJP നല്ലതെന്നല്ല. BJP എന്താണെന്ന് തുറന്നു കാട്ടപ്പെട്ടു. സേവാഭാരതിയുടെ സൗജന്യം വേണ്ട. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷം നിറഞ്ഞ നാവ് കൊണ്ട് സംസാരിക്കുന്ന BJPക്കാരനോട് മരിച്ചുപോയ അനിലിന്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, സേവാഭാരതിക്കാരെന്ന് പറയുന്ന നാടകക്കാരനെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ BJPയോട് സോഫ്റ്റ് അല്ല മിസ്റ്റർ സെൻട്രൽ ലെഫ്റ്റ്. സെൻട്രൽ ലെഫ്റ്റ് മനസ്സിലാക്കണം, BJPയോട് സോഫ്റ്റ് അല്ല. BJPയെ തീർത്തടിച്ചു. BJPക്കിട്ട് അടി കൊള്ളുമ്പോൾ നിങ്ങൾക്കിട്ട് തല്ലുകൊള്ളും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ BJPയുടെ ഓരത്ത് പോയി നിൽക്കുകയാണ് കോൺഗ്രസ്. അതാണ് കേരളത്തിലെ KP സ്ഥിതി. അത്യാവശ്യം ആ കർണാടകത്തിലെ മന്ത്രിക്ക് തോന്നിയ കേരളത്തോടുള്ള സ്നേഹമെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ നാവിൽ നിന്ന് കാണാൻ കേൾക്കാൻ കൊതിയാകുന്നു മിസ്റ്റർ ജിൻഡോ ജോൺ.